ഹായ് ഓൾ. ഓരോ ദിവസങ്ങളിൽ ഓരോ വിഷയങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. മാലിന്യത്തിൻ്റെ ഇഷ്യൂ അതങ്ങനെ കഴിഞ്ഞു, ഒന്ന് ഒതുങ്ങി നിൽക്കുന്നു. അർജുൻ്റെ പ്രശ്നമല്ല, അർജുനെ കാണാതായി, അർജുനെ കിട്ടിയിട്ടില്ല. അപ്പം അത് വലിയ ചർച്ചയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോഴും ഏകദേശം ചർച്ചകളും നിന്നു, അർജുനെ തിരച്ചിലും ഏകദേശം നിന്നൊരവസ്ഥയാണ്. ഇനി അതൊക്കെ മുന്നോട്ടേക്ക് എങ്ങനെയാണ് എന്നുള്ളത് അറിയത്തില്ല. കാരണം അവിടെ തിരച്ചിൽ നടത്താനായിട്ട് ഒരുപാട് തടസ്സങ്ങളുണ്ട്, മഴയും വെള്ളവും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് ഏകദേശം ഇപ്പോഴത്തെ തിരച്ചിലെല്ലാം നിർത്തി വച്ചിരിക്കുകയാണ്. മുന്നോട്ടേക്കുള്ള സാഹചര്യം എങ്ങനെയാണെന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് അടുത്ത വിഷയം ഇപ്പോൾ വന്നിരിക്കുന്നത് നിർമ്മല കോളേജിൻ്റെ വിഷയം. ഇപ്പോൾ ഏകദേശം എല്ലാവരും നിർമ്മല കോളേജിലെ ഇഷ്യൂസൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. കാരണം ആ കോളേജിലെ ഒരു കുട്ടികൾ റെസ്റ്റ് റൂമിൽ നിസ്കരിച്ചതും അതുമായിട്ടുണ്ടായ വിഷയങ്ങളുമാണ്. ആ നിസ്കാരത്തെ മറ്റ് വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ മറ്റു കുട്ടികൾ എതിർപ്പ് പ്രകടിപ്പിച്ചതും അതിനുശേഷം കോളേജിലുണ്ടായ വിഷയങ്ങളും മറ്റു കുട്ടികൾ എതിർപ്പ് പ്രകടിപ്പിച്ചത് അവിടുത്തെ ആയമാരോട് ചേച്ചിമാരോട് പറയുകയും അവരത് അവിടുത്തെ പ്രിൻസിപ്പൽ അച്ഛനോട് പറയുകയും പിന്നീട് അത് വലിയ പ്രശ്നമാവുകയൊക്കെ ചെയ്ത ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പഠിച്ചു വരുന്ന ഓരോ സ്ഥാപനമാണ്. ഇപ്പം ഓരോരുത്തരും ഓരോ സ്ഥാപനങ്ങളിലാണ്, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെയും അല്ലെങ്കിൽ ഹിന്ദു മാനേജ്മെൻറ്റിൻ്റെയും മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെയും ഒക്കെ സ്ഥാപനങ്ങളിൽ പഠിച്ചു വരുന്ന ആളുകളാണ് നമ്മൾ. അപ്പം ഓരോ സ്ഥാപനങ്ങളിൽ അതിൻ്റേതായ രീതികളുണ്ട്. ഇപ്പം ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ ആണെങ്കിൽ അവിടെ എല്ലാ മതസ്ഥർക്കും പഠിക്കാൻ, എല്ലാവർക്കും അവിടെ യാതൊരുവിധ എന്താ പറയുക വേർതിരിവുമില്ല. പിന്നെ അവിടെയൊക്കെ എപ്പോഴും ഒരു കോമൺ പ്രെയർ ഉണ്ട്. അപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ ആണെങ്കിൽ ക്രിസ്ത്യൻ രീതിയിലുള്ള പ്രെയർ ആയിരിക്കും, കോമൺ പ്രെയറാണ്, വർഷങ്ങളായിട്ട് ഫോളോ ചെയ്ത് വരുന്നതാണ്, എല്ലാവരും അംഗീകരിച്ച് അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് വരുന്നതാണ്. എല്ലാവരുടെയും ബേസ് എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഹിന്ദു മാനേജ്മെൻറ്റ്, ഹിന്ദു കോളേജിൽ പോയി കഴിഞ്ഞാൽ അത് ആ ഒരു രീതിക്ക് അനുസരിച്ചുള്ള പ്രെയർ ആയിരിക്കും. മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ കോളേജുകളിൽ പോയാൽ അതിൻ്റേതായ രീതിയിലുള്ള പ്രെയർ ആയിരിക്കും. പക്ഷേ ഈ വർഷങ്ങളായിട്ട് ഈ കോളേജുകളിലെല്ലാം പഠിച്ച വിദ്യാർത്ഥികൾക്കൊന്നും ഒരു പ്രശ്നമില്ല. അവരെല്ലാം ഒരേ രീതിയിൽ ഒന്നിച്ചു നിന്ന് പ്രാർത്ഥിച്ച് ആ ഒരു രീതിയിൽ പഠിച്ചു വന്നിരുന്ന വിദ്യാർത്ഥികളാണ്. പക്ഷേ ഇപ്പോൾ ഇതൊരു വലിയൊരു പ്രശ്നത്തിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഏകദേശം എന്താ പറയുക, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ കോളേജിൻ്റെ മാനേജ്മെൻറ്റും അത് മുസ്ലിം മഹലുകളും ഏകദേശം ചർച്ച ചെയ്ത് ഒരു തീരുമാനം അല്ല ഒരു ധാരണയിലെത്തി. കാരണം അതൊരു വലിയ വിഷയമാക്കേണ്ട കാര്യമില്ല എന്നുള്ളത്. കാരണം അല്ലെങ്കിൽ അത് വലിയ രീതിയിൽ കത്തിക്കേറി അത് വലിയ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മതസൗഹാർദ്ദം തകർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള വിഷയങ്ങളാകുന്ന രീതിയിലേക്കൊക്കെ വരും. പക്ഷേ അങ്ങനെയൊക്കെ പോകാതെ ഇപ്പം ഇന്ന് ഏകദേശം വൈകുന്നേരം കോളേജ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിം മഹലുകളും തമ്മിൽ മുസ്ലിമിൻ്റെ മുതിർന്ന നേതാക്കന്മാർ, അതായത് ഇമാംമാരും ഒക്കെ കൂടിച്ചേർന്ന് ഒരു തീരുമാനം എന്ന് വെച്ചാൽ സൗഹാർദ്ദപരമായിട്ടുള്ള ചർച്ച നടന്നു. അവിടെ ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ എന്താ പറയുക സമൂഹ മാധ്യമങ്ങളിലും അല്ലാണ്ടും ഒക്കെ ആയിട്ട് ഓരോരുത്തരും അത് വേറെ രീതിയിൽ വിഷയമാക്കി അത് മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമാക്കാനുള്ള പരുവത്തിലേക്ക് വരെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അങ്ങനെയുള്ളൊരു സാഹചര്യം നമ്മുടെ ഈ കേരളത്തിലേക്ക് വരാതെ നല്ല രീതിയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിലും സഹോദര്യത്തിലും ഒക്കെ പോകുന്ന ഒരു രീതിയിൽ തന്നെ പോവുക. എല്ലാവരും കോളേജുകളിൽ പോകുന്ന എന്തിനാ? പഠിക്കാനും അതിനുശേഷം ഒരു തൊഴിൽ കണ്ടെത്താനും ഒക്കെ ആയിട്ടാണ്. ഏറ്റവും ആധ്യാത്മികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഏറ്റവും ബേസായിട്ട് അവിടെ നമ്മൾ കോളേജിലും സ്കൂളിലൊക്കെ പോകുന്നത് തന്നെ പഠിക്കുക എന്നുള്ളതാണ്. പഠിക്കുന്നതിൻ്റെ ലക്ഷ്യം ഒരു തൊഴിലുണ്ടാക്കുക, അതിലൂടെ അന്നു വേണ്ടുന്ന അന്നം കഴിക്കുക, ഇതൊക്കെയാണ് എല്ലാവരുടെയും ഉദ്ദേശം. എല്ലാ മാതാപിതാക്കളും കുട്ടികളെ പഠിക്കാനും അതിനുശേഷം ഒരു ജോലി അവർക്ക് ലഭിക്കാനും ഒക്കെ ആയിട്ടാണ് വിടുന്നത്. പക്ഷേ കോളേജിലും ഒക്കെ ഇതുപോലെ വേറെ രീതിയിലേക്ക് വിഷയങ്ങളൊക്കെ പോയിട്ട് അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്കും ചർച്ചകളിലേക്കും പോകും. അങ്ങനെയുള്ള ചർച്ചകളിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങാതെ വളരെ സമാധാനപരമായിട്ടുള്ള രീതിയിൽ പോകുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പം ഏകദേശം അവിടുത്തെ വിഷയങ്ങൾ ഏകദേശം കെട്ടടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് അടങ്ങിയ അല്ലെങ്കിൽ കെട്ട കനൽ വീണ്ടും ഊതിക്കത്തിക്കാതെ ശ്രമിക്കാൻ നോക്കുക. കാരണം എല്ലാവരും നല്ല രീതിയിൽ ഒന്നിച്ച് സ്നേഹത്തോടു കൂടി പോകണം.